ഇലക്കറികളിലാണ് കൂടുതൽ അയൺ കണ്ടൻറ്റും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ ഉള്ളതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇലക്കറികൾ കഴിക്കണമെന്നും പറയണത്. കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതാണുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. മത്തൻ്റെ ഇലയും പയറിൻ്റെ ഇലയും ഒക്കെ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇതാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ കുമ്പളത്തിൻ്റെ ഇല മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു മഴ പെയ്യുന്ന സമയത്താണ് കൂടുതലായി ഇലയിലൊക്കെ പ്രാണികളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ രണ്ട് സൈഡും കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത കുമ്പളത്തിൻ്റെ ഇല നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ഒരു പകുതി സവാള, ഒരു വലിയ സവാളയാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഉള്ളിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 മുട്ടയാണ്, അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ മുട്ട ഒഴിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ 3 മുട്ടയാണല്ലോ എടുത്തത്, അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മുട്ടയൊന്ന് ചിക്കി എടുക്കണം. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോകും. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മളിത് നല്ല ഒന്ന് വേവിക്കരുത്. ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുമ്പളത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഇല ഉണ്ടോ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും നല്ലതാണ്. മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, പയറിൻ്റെ ഇല ഒക്കെ നമ്മളിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കഴിക്കാനും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലെന്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതും കൂടി അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ മുട്ടയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളിയും ഒരു 8 കാന്താരി മുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കാന്താരി മുളകിൻ്റെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു തോരന് ഭയങ്കര ഒരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറുമാണ് കിട്ടുക. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത ശേഷം നമുക്കൊരു 3 മിനിറ്റോളം ഇതൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കണം. നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മുട്ടയും അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കി കൊടുക്കണം. അതുപോലെ ചെറുതാക്കിയിട്ട് നമ്മുടെ മുട്ടയൊക്കെ ആ ഒരു ഇലയിൽ പിടിക്കണ പോലെ അതുപോലെ ചിക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇല ഇട്ട ശേഷം
ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്കതൊരു 2 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇപ്പോഴും തോരനിൽ നമ്മൾ തേങ്ങ വെറുതെ ഇടാറാണ് പതിവ്. പക്ഷേ ഈ ഒരു തോരനിൽ നമ്മൾ കുറച്ച് തേങ്ങ പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കുറച്ച് മഞ്ഞളും 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയുള്ളിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തേങ്ങ ചതച്ചിടുമ്പോൾ തന്നെ നമ്മുടെ തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അമ്മിക്കല്ലിലും ആട്ടുകല്ലിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെയും ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു നാടൻ സ്റ്റൈലിലുള്ള കറികളൊക്കെ നിങ്ങൾ ഇതുപോലെ അമ്മിക്കല്ലിലോ ആട്ടുകല്ലിലോ ഒക്കെ വെച്ച് ചതച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കറിക്ക് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് തേങ്ങ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചതച്ച് വെച്ച തേങ്ങ നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മുടെ ചതച്ച് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് പൊത്തി വയ്ക്കണം. പൊത്തി വയ്ക്കുക പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് അടച്ച് നമ്മുടെ ഈ കുമ്പളത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന പോലെ ഒന്ന് അടച്ച് വെക്കണം. അതാണ് പൊത്തി വയ്ക്കുക എന്ന് പറയുക. അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടി സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച ശേഷം നമ്മുടെ ഈ ഒരു തോരൻ്റെ ലെവൽ എന്താണെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. കാരണം നമ്മൾ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തല്ലോ, അതുകൊണ്ട് ചതച്ചിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. നമ്മൾ മുട്ടയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോയെന്നും കൂടിയും അറിയില്ല. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ഈ തേങ്ങയും ആ ഇലയും അതുപോലെ തന്നെ മുട്ടയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ തന്നെ പറയണ്ടല്ലോ, ഒരു പ്രത്യേക മണം തന്നെ വരും. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടച്ച് വെക്കണം. പിന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യണ നേരത്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടില്ല തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. കഞ്ഞിക്കും നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.